മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ ഇന്നേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് യു ജി സി കെയർ ലിസ്റ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ തരാൻ പോവുകയാണേ. കേട്ടിട്ടുണ്ടോ യു ജി സി കെയർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടാവും. കേൾക്കാതിരിക്കാൻ വഴിയില്ല. റിസർച്ചിലേക്ക് കടന്നു വരുന്നവർ കേട്ടിരിക്കേണ്ട ഒരു ഒരു എന്താണ് ഒരു സംഭവമാണ് യു ജി സി കെയർ ലിസ്റ്റ്. എന്തോ കെയർ ലിസ്റ്റ്? ആരെങ്കിലും കെയർ ചെയ്യുവാണോ? യു ജി സി വന്ന് കെയർ ചെയ്യുവാണോ? അല്ല. അപ്പൊ എന്താണ് കെയർ എന്നുള്ള വാക്ക് തന്നെ ആദ്യം ഒന്ന് നോക്കി. കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോർട്ടിയം ഫോർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അക്കാഡമിക് ആൻഡ് റിസർച്ച് എത്തിക്സ്. അതൊരു ഒരു 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 കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? റിസർച്ച്, അക്കാഡമിക് ആസ് വെൽ as റിസർച്ച് എത്തിക്സ് എല്ലാം കൺസേർവ് ചെയ്ത് നോക്കി അതിനെല്ലാം വേണ്ടി കെയർ ചെയ്ത് റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ ആ ഒരു ഉദ്ദേശത്തോടുകൂടിയ ഒരു 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 സംഭവമാണ് യു ജി സി കെയർ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വേറൊന്നുമില്ല, കെയറിന്റെ എക്സ്പാൻഷനാണ് ഞാൻ പറഞ്ഞത്. കൺസോർട്ടിയം ഫോർ അക്കാഡമിക് ആൻഡ് റിസർച്ച് എത്തിക്സ്. ഈ യു ജി സി കെയർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ജേർണൽസിന്റെ ഒരു ലിസ്റ്റാണ്. അപ്പം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ജേർണൽസ് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാവുള്ളൂ ഒരു ജേർണൽ പേപ്പർ തയ്യാറാക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എന്തെങ്കിലും നമ്മളൊരു ജോബിനോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു വാലിഡ് ആയിട്ട് ചെയ്യണ്ടേ. അപ്പം നമ്മൾ അങ്ങനെയുള്ള ജേർണൽസ് കഴിവതും ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ഈ ലിസ്റ്റ് ഈ ജേർണൽസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അതിനൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് യു ജി സി കെയർ കമ്മിറ്റി എന്ന് പറയും. അപ്പോൾ ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത്? ഈ യു ജി സി കെയർ കമ്മിറ്റിയിൽ ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഉണ്ട്. അക്കാഡമിക് ഫീൽഡിൽ നിന്നുള്ളതും അതേപോലെ റിസർച്ച് എത്തിക് ഫീൽഡിൽ നിന്നുള്ളതുമായിട്ടുള്ള എക്സ്പേർട്സ് എല്ലാം അവിടെ ചേർന്നിട്ടുള്ള ഒരു ടീം ആണ് ഈ യു ജി സി കെയർ കമ്മിറ്റി കമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ യു ജി സി കെയർ കമ്മിറ്റി ഇവർക്ക് കൊളാബറേഷൻ ഉണ്ട്. പല പല യൂണിവേഴ്സിറ്റീസുമായിട്ട് കൊളാബറേഷൻ ഉണ്ട്. അപ്പം എന്തിനാ ഈ കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു അസസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ലിസ്റ്റിലുള്ള ജേർണൽസ് എല്ലാം പ്രോപ്പർ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, വയലേറ്റ് ചെയ്യുന്നതിനെ ഒഴിവാക്കാം. അതേപോലെ തന്നെ പുതിയ ജേർണൽസ് ഏതിനെ ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇങ്ങനെയുള്ള കൊളാബറേഷൻസ് ഇവർ യൂസ് ചെയ്യാറുണ്ട്. ഇവർ മീൻസ് ദാറ്റ് യു ജി സി കെയർ കമ്മിറ്റി. ഓക്കെ, ഇനി ഇതിന് റിവിഷനുണ്ട്. അതാ പറഞ്ഞത്. ഇപ്പം നമ്മളൊരു പേപ്പറൊക്കെ റെഡിയാക്കി ഒരു ജേർണലിൽ കൊടുത്തു. അപ്പോൾ ആ ജേർണലിൽ യു ജി സി കെയർ ലിസ്റ്റിലുള്ളതാ എന്ന് കരുതി അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. കാരണം ഈ കെയർ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് ഡൈനാമിക് ആണ്. അത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണേ. ഒരു ക്വാർട്ടർലി, അതായത് 3 മാസം കൂടുമ്പോൾ ഇതിൻ്റെ റിവിഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ചൂസ് ചെയ്ത അല്ലെങ്കിൽ ഇനി നമ്മൾ പിന്നെ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ജേർണൽ അതിലുള്ളതാണോ എന്ന് നമ്മൾ എപ്പോഴും നോക്കിക്കോണം. നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജ് ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് 2 ബോക്സൊക്കെ നിങ്ങൾ കണ്ടു കാണും. യു ജി സി കെയർ ലിസ്റ്റ് ഗ്രൂപ്പ് 1 എന്ന്, ഗ്രൂപ്പ് 2. ഇതെന്തോന്ന് പാർട്ടിയാ? ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്നൊക്കെ പറയാൻ ഒന്നുമില്ല, പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ യു ജി സി കെയർ കമ്മിറ്റി അവർ വളരെ സസൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് അവർ സർവെയിൽ ചെയ്ത് നോക്കി വെച്ചിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ജേർണൽസ്. അവർ ഭയങ്കര കർശനമായിട്ട് നോക്കി കൃത്യമാക്കി വെച്ചിരിക്കുന്ന ജേർണൽസിൻ്റെ ലിസ്റ്റാണ് ഗ്രൂപ്പ് 1 ജേർണൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് 2 കെയർ ലിസ്റ്റ്, യു ജി സി കെയർ ലിസ്റ്റ് ഓഫ് ജേർണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി റെക്കഗ്നൈസ് ആയിട്ടുള്ള പല ഡേറ്റാബേസസ് ഉണ്ട്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ജേർണൽസിൻ്റെ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഡേറ്റാബേസസ് സ്കോപ്പസ് ഉണ്ട്, പിന്നെ വെബ് ഓഫ് സയൻസ് ഉണ്ട്. അങ്ങനത്തെ ഉള്ള ഡേറ്റാബേസസ് അത് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആണ്. അപ്പം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ജേർണൽസ് അതിനെയെല്ലാം ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ് ഗ്രൂപ്പ് 2. അപ്പം അതും നമുക്കറിയാം, അത് സ്റ്റാറ്റിക് അല്ല, എപ്പോഴും വേണമെങ്കിലും മാറാം. എപ്പോഴാണോ ഈ സ്കോപ്പസിൻ്റെ അല്ലെങ്കിൽ ഏത് ഡേറ്റാബേസ് ആണോ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ ആ പർട്ടിക്കുലർ ജേർണൽ അതിൽ നിന്ന് റിമൂവ് ആയി പോകും. അപ്പോൾ റിമൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗ്രൂപ്പ് 2 നിന്നും റിമൂവ് ആവും.
അതുകൊണ്ട് നമ്മൾ ഇവിടെയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ എഴുതാൻ പോകുന്ന ജേണൽ ലിസ്റ്റിലുള്ളതാണോ ഇല്ലയോ എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ സ്കോപ്പസ് ഇൻഡെക്സ്ഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഗ്രൂപ്പ് 2-നകത്ത് വരുന്നതാണ്. ഇനി ഇവിടെ ഒരു സ്പേസ് കണ്ടോ? ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ജേണൽ മനസ്സിലായി, അത് ഇതിനകത്ത് കേരളത്തിലുള്ളതാണോ എന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് പോയി ജേണലിൻ്റെ പേര് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തു സെർച്ച്. അപ്പോൾ അതിങ്ങനെ ഇവിടെ ഇത്തിരി ലാഗുണ്ട്, നെറ്റിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇതാ വന്നു. അപ്പം ഇതിനകത്തുണ്ട് ഇൻഡെക്സ്ഡ് ഇൻ സ്കോപ്പസ്. അപ്പം സ്കോപ്പസ് എന്ന് പറയുന്ന ഡേറ്റാബേസിൽ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ജേണലാണ്. അപ്പോൾ അത് ഗ്രൂപ്പ് 2-ൽ വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്തോണം ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നമുക്ക് എത്താം. ഇവിടെയും അതേപോണൊക്കെ തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ജേണലിന് ചെക്ക് ചെയ്യണമെങ്കിൽ ടൈറ്റിൽ വെച്ചാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ടൈറ്റിൽ എന്ന് കൊടുക്കുക, എന്നിട്ട് ആ ജേണലിൻ്റെ പേര് കൊടുക്കുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം. ആൽഫബറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് കണ്ട് ഇവിടുത്തെ 2 സംഭവമുണ്ട്. ക്ലോൺഡ് ജേണൽ. എന്തോ ഈ ക്ലോൺഡ് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരന്മാർ നമ്മുടെ UGC കേരളത്തിൽ ഒറിജിനൽ ഉള്ള ജേണൽ അതിനെ ഒന്ന് മെമിക് ചെയ്തുകൊണ്ട് ഫേക്ഡ് ആയിട്ടുള്ള ജേണൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നമ്മുടെ ഈ UGC അവരുടെ സൈറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇത് ഒറിജിനൽ, ഇത് അപരൻ. അപ്പം ഒരിക്കലും നമ്മൾ വഴിതെറ്റി പോകരുത്. അപ്പം നമ്മളൊരു ജേണൽ ചൂസ് ചെയ്യുമ്പം അതിൻ്റെ അപരനാണോ അത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിക്കോണം. അപ്പം അങ്ങനെയാണ് ഈ UGC കേരളത്തിൽ നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ജേണൽ വേണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ജേണൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. ആദ്യം അത് UGC കേരളത്തിൽ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് ആ ജേണൽ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ സ്റ്റിപ്പുലേഷൻസ്, അതിൻ്റെ ക്രൈറ്റീരിയാസ്, അതിൻ്റെ സംഭവങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ജേണൽ പേപ്പർ എഴുതാൻ തുടങ്ങാൻ. അല്ലെങ്കിൽ എഴുതിയിട്ട് അതൊക്കെ നോക്കിയിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം എ ഹെർക്കൂലിയൻ ടാസ്ക്. റെഫറൻസും എല്ലാം ഭയങ്കര മെനക്കേടാണ് പിന്നെ മോഡിഫൈ ചെയ്യാൻ. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്ന ജേണൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് പേപ്പർ തയ്യാറാക്കുക. ഓക്കെ, സോ അതാണ് എൻ്റെ ഒരു കൊച്ചു അഡ്വൈസ്. So with this, I'm going to wind up this small video. Thank you. I'm an icon, man. My girl about a 10. I should fuck her in the Benz.